തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം. കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് നിഷ്കളങ്കമല്ല എന്നാണ് പ്രമേയം പറയുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണെന്ന ആശങ്ക വളരെ വ്യാപകമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ SIR-നെ എങ്ങനെയും ഉപയോഗിക്കാം. കേരളത്തിൽ തിടുക്കപ്പെട്ട് തീവ്ര പരിശോധന നടപ്പിലാക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുക. SIR-ലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് മീഡിയ വണ്ണാണ്. സെയ്ഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണ്? പ്രമേയത്തിനെതിരെ കേരള നിയമസഭ ഐകകണ്ഠേന ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഐകകണ്ഠേന പ്രമേയം നിയമസഭ പാസ്സാക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രമേയത്തിന്റെ കോപ്പി ഇതിനോടകം തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുണ്ടെന്ന ആശങ്ക വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. മീഡിയ വണ്ണാണ് ആ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. അത് പ്രമേയത്തിന്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. ഇവിടെ ഈ ഘട്ടത്തിൽ SIR നടപ്പാക്കുന്നത് നിഷ്കളങ്കമല്ല എന്നാണ് ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം കമ്മീഷനെ സംശയത്തിന് നിഴലിലാക്കുന്നു എന്നുകൂടി മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ തിടുക്കപ്പെട്ട SIR നടപ്പാക്കുന്നത് ദുരുദ്ദേശപരമാണെന്നാണ് മറ്റൊരു വാചകം പ്രമേയത്തിൽ കാണാൻ കഴിയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ SIR-നെ എങ്ങനെയും ഉപയോഗിക്കും എന്നും ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ നടക്കുകയാണ്. 2 ശ്രദ്ധ ക്ഷണിക്കലുണ്ട്. അത് കഴിഞ്ഞ് സബ്മിഷനുണ്ട്. സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം പേപ്പറുകൾ ടേബിൾ ചെയ്ത ശേഷമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷമാണെങ്കിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം രാജ്യത്തുടനീളം വലിയ ചർച്ചയാക്കി മാറ്റിയത്. സ്വാഭാവികമായിട്ടും ഐകകണ്ഠേന പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി ഐകകണ്ഠേന നിയമസഭ ഈ പ്രമേയം പാസ്സാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നിഷാദ്, നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കാൻ പോകുന്നു. ഐകകണ്ഠേന ഇത് പാസ്സാക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ ബീഹാറിൽ നടത്തിയ അതിതീവ്ര പരിശോധന ഉണ്ടല്ലോ, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്ന്, വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച ഒന്ന്, വലിയ ദുരൂഹതകളെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപിത താല്പര്യം പ്രകടമാകുന്ന ഒന്ന്, അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ പല വിധത്തിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിയോജിപ്പ് പ്രമേയം സംസ്ഥാനത്തെ നിയമസഭ പാസ്സാക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടക്കും. 12 മണി മുതലാണ് 2 മണിക്കൂർ ചർച്ച. ട്രഷറി നിയന്ത്രണം പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നാണ് പ്രതിപക്ഷം നൽകിയ നോട്ടീസിൽ പറയുന്നത്. മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയത്. ഈ സമ്മേളന കാലയളവിലെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, എന്ത് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? സർക്കാർ അത് ശരി നടക്കട്ടെ എന്ന നിലയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥ അതിഗുരുതരമായി മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം തന്നെ ഈ ട്രഷറി നിയന്ത്രണം ഉള്ളതുകൊണ്ട് പദ്ധതികൾ നടപ്പാവുന്നില്ല, വികസന പദ്ധതികൾ നടപ്പാവുന്നില്ല. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. നോട്ടീസ് ശൂന്യവേളയിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുമ്പോൾ തന്നെ ധനമന്ത്രി എഴുന്നേറ്റ് പറഞ്ഞത് ഈ വിഷയം അത് വിവിധ ഘട്ടങ്ങളിൽ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷെ പ്രതിപക്ഷം ഇങ്ങനൊരു അടിയന്തര പ്രമേയ നോട്ടീസ് തന്ന പശ്ചാത്തലത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുകയാണ്. ഈ സഭാ സമ്മേളന കാലയളവിൽ 15ാം കേരള നിയമസഭയുടെ 14ാമത്തെ സമ്മേളനമാണ്. ഈ സഭാ സമ്മേളന കാലയളവിൽ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ 17ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ്. എനിക്ക് തോന്നുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു സർക്കാരിന്റെ കാലത്ത് ഇത്രയധികം അടിയന്തര പ്രമേയം ചർച്ച ചെയ്തിട്ടുള്ള സമയമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. എന്തായാലും 12 മണിക്ക് ആണ് ചർച്ച ആരംഭിക്കുന്നത്. 2 മണിക്കൂർ ചർച്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിഷാദ്, ശരി.